ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാമത്തെ ചാപ്റ്ററായിട്ടുള്ള കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്നുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളെന്ന്. അതായത് ഞാൻ ഈ ബോർഡിൽ ഒരു ചതുരം അഥവാ റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിനകത്തോ ഈ ചതുരത്തിനകത്തോ ഞാൻ ഒരു ഡോട്ട് ഇടുക. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഞാനിവിടെ ഒരു ഡോട്ട് ഇട്ടു. ഈ കുത്ത് ഈ ചതുരത്തിൻ്റെ മുകളിൽ നിന്നും 5 സെൻറ്റിമീറ്റർ താഴെയായും ഈ കുത്തിൽ നിന്ന് താഴോട്ട് ഈ ചതുരത്തിൻ്റെ താഴോട്ട് 15 സെൻറ്റിമീറ്റർ മാറിയുമാണ് ഞാൻ ഈ കുത്തിട്ടിട്ടുള്ളത്. എങ്ങനെയാണ്? ടോപ്പിൽ നിന്ന് ഡോട്ടിലേക്ക് 5 സെൻറ്റിമീറ്റർ, ഡോട്ടിൽ നിന്ന് റെക്റ്റാങ്കിളിൻ്റെ താഴേക്ക് 15 സെൻറ്റിമീറ്റർ മാറിയാണ് ഞാനൊരു കുത്തിട്ടുള്ളത്. ഇതേ അളവിൽ ഇങ്ങനത്തെ ഒരു കുത്ത് മാത്രമാണോ ഇടാൻ സാധിക്കുക? അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലേ? ഞാൻ ഇതിന് നേരെ ഈ ലൈനിൽ ഈ കുത്തിട്ട അതേ ലൈനിൽ ഞാൻ ഇവിടെ ഒരു കുത്തിടുകയാണെങ്കിൽ ആ കുത്ത് മുകളിൽ നിന്നും 5 സെൻറ്റിമീറ്റർ മാറിയും ഈ കുത്തിൽ നിന്ന് താഴോട്ട് 15 സെൻറ്റിമീറ്റർ മാറിയുമല്ലേ ഈ കുത്ത് കിടക്കുന്നത്, അല്ലേ? അതുപോലെ ഇതിന് നേരെ ഞാൻ ഇവിടെ ഒരു കുത്തിട്ടാലും അതും സെയിം, മുകളിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ മാറിയും ഈ കുത്തിൽ നിന്ന് താഴോട്ട് 15 സെൻറ്റിമീറ്റർ മാറിയിട്ടുമാണ് ആ കുത്ത് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ രണ്ടളവ് വെച്ചിട്ട് ഈ പ്രതലത്തിൽ ഒരു കുത്തല്ല ഒന്നിലധികം കുത്തുകൾ ഇടാം എന്ന് നമുക്ക് മനസ്സിലായി, അല്ലേ? എങ്കിൽ ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ ബോർഡിൻ്റെ ഇവിടെ ഒരു കുത്തിടുന്നു. ആ കുത്തിന് മുകളിൽ നിന്നും ഈ കുത്തിലേക്ക് 4 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. ഈ കുത്തിൽ നിന്ന് ഈ ചതുരത്തിൻ്റെ വലതു ഭാഗത്തു നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് 5 സെൻറ്റിമീറ്ററും അകലമുണ്ട് എന്ന് വിചാരിക്കുക. എങ്ങനെയാണ്? ഈ കുത്തിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ചതുരത്തിൻ്റെ വലതു ഭാഗത്തേക്ക് 5, മുകളിൽ നിന്ന് ഈ കുത്തിലേക്ക് 4 സെൻറ്റിമീറ്റർ. ഇങ്ങനെ ഒരു അളവിൽ നമ്മളൊരു കുത്തിടുകയാണെങ്കിൽ അതേ അളവിൽ, അതേ ക്വാണ്ടിറ്റിയിൽ, അതേ അളവിൽ നമുക്ക് ഒരൊറ്റ പോയിൻ്റ് ഇടാനേ സാധിക്കുകയുള്ളൂ, അല്ലേ? നോക്കുക, നിങ്ങൾ ഇതേ ലൈനിൽ ഈ കുത്തിന് നേരെ ഇവിടെ ഒരു കുത്തിട്ടാൽ ആ കുത്തിലേക്ക് ഇവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ ഉണ്ടാകാം. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം അപ്പോൾ 5 ആവുമോ? അല്ല, 5-നേക്കാൾ കൂടും. വെരി ഗുഡ്, വെരി ഗുഡ്, അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടിലേക്ക് 5-നേക്കാൾ കൂടും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മുകളിൽ നിന്നും വലതുഭാഗത്തു നിന്നും നമ്മൾ അളവെടുത്തൊരു കുത്തിടുമ്പോൾ അങ്ങനത്തെ ഒരേ ഒരു കുത്ത് മാത്രം ഇടാൻ സാധിക്കുന്നത്? അതേ അളവിൽ നമുക്ക് വേറൊരു കുത്ത് ഈ പ്രതലത്തിൽ ഇടാൻ സാധിക്കുന്നില്ല, അല്ലേ? ഇത് ഇവിടെ മാത്രമല്ല, നമുക്ക് താഴെ നിന്നും ഒരളവ് പറയുന്നു, വലതുഭാഗത്തു നിന്നും ഒരളവ് പറയുന്നു. ഒരു എക്സാമ്പിൾ, വലതുഭാഗത്തു നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ, താഴെ നിന്നും ഒരു 12 സെൻറ്റിമീറ്റർ മാറിയ ഒരു കുത്ത് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ഒരു കുത്ത് അതേ അളവിൽ, അതായത് വലതുഭാഗത്ത് റൈറ്റ് സൈഡിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ മാറി താഴെ നിന്ന് 12 സെൻറ്റിമീറ്റർ മാറിയും ആണ് ഞാൻ ഈ ഒരു ഡോട്ട് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇതേ അളവിൽ നമുക്ക് വേറൊരു ഡോട്ട് ഈ പ്രതലത്തിൽ ഇടാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ താഴെ നിന്ന് 12 ഉണ്ടാവുമെങ്കിലും വലത്തെ ഭാഗത്ത് നിന്ന് എന്തില്ല, 10 ഉണ്ടാവില്ല, 10-ൽ കൂടും. ഇനി ഇവിടെയാണ് നിങ്ങൾ ഡോട്ട് ഇടുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് 10 ഉണ്ട്, പക്ഷേ താഴെയിട്ട് 12-നേക്കാൾ കൂടും, അല്ലേ? അപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള ഒരൊറ്റ ഡോട്ട് ഇടാനേ സാധിച്ചുള്ളൂ. ഇവിടെയും അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അതെന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിന്ദുവിനെ ഒരു പ്രതലത്തിൽ സൂചിപ്പിക്കാൻ നമുക്ക് 2 അളവുകൾ മതി. പക്ഷേ ആ 2 അളവുകൾ പരസ്പരം ലംബമായിട്ടുള്ള അളവുകളായിരിക്കണം എടുക്കേണ്ടത്. അങ്ങനെ പരസ്പരം ലംബമായിട്ടുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അളവുകളാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു കുത്ത് മാത്രമേ ആ സർഫേസിൽ പ്രതലത്തിൽ ഇടാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, മുകളിൽ നിന്നും താഴെ നിന്നുമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? പരസ്പരം സമാന്തരമായ പാരലലായിട്ടുള്ള 2 അളവുകളാണ് തന്നിട്ടുള്ളത്. അങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് കുത്തുകൾ ഈ പ്രതലത്തിൽ ഇടാൻ സാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരു പ്രതലത്തിൽ ഒരു ബിന്ദുവിനെ, ഒരു പോയിന്റിനെ സൂചിപ്പിക്കാൻ നമുക്ക് 2 അളവുകൾ ആവശ്യമുണ്ട്. ആ 2 അളവുകൾ എങ്ങനെയുള്ളതായിരിക്കണം? പരസ്പരം ലംബമായിട്ടുള്ള അളവുകളായിരിക്കണം. വേറെ എക്സാമ്പിൾ, ഇവിടെ ഞാനൊരു ഡോട്ട് ഇട്ടു. ഇത് താഴെ നിന്നും 10 സെൻറ്റിമീറ്റർ മുകളിലും ഇടത്ത് നിന്ന് 8 സെൻറ്റിമീറ്റർ മാറിയുമാണ് ഈ കുത്തുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു കുത്ത് മാത്രമേ ഇടാൻ ഈ പ്രതലത്തിൽ സാധിക്കുകയുള്ളൂ, അല്ലേ? പരസ്പരം ലംബമായിട്ടുള്ള 2 അളവുകൾ തന്നെയാണ്. ഇനി ഇവിടെ ഇട്ട് കഴിഞ്ഞാലും ഇടതു നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇട്ടുണ്ടെങ്കിലും
ബോട്ടം സൈഡിൽ നിന്ന് എന്താവില്ല, 10 ആവില്ല, 10ൽ കൂടും. ഓക്കെ, അപ്പോൾ പരസ്പരം ലംബമായിട്ടാണ് നമ്മൾ രണ്ടളവുകൾ എടുക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു കുത്ത് മാത്രമേ, ഒരു ഡോട്ട് മാത്രമേ ആ പ്രതലത്തിൽ ഇടാൻ സാധിക്കുകയുള്ളൂ. ആ രണ്ടളവുകളെ നമ്മൾ ആ കുത്തിൻ്റെ സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ അല്ലേ? എന്താണ് കോർഡിനേറ്റ്സ്, എന്താണ് സൂചക സംഖ്യ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു പ്രതലത്തിൽ, ഒരു സർഫേസിൽ ഒരു ബിന്ദുവിനെ സൂചിപ്പിക്കാൻ, ഒരു പോയിന്റിനെ സൂചിപ്പിക്കാൻ നമുക്ക് രണ്ടളവുകൾ ആവശ്യമുണ്ട്. ആ രണ്ടളവുകൾ എങ്ങനെയുള്ളതായിരിക്കണം? പരസ്പരം ലംബമായിട്ടുള്ളത് അല്ലേ, പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ടളവുകൾ ആവശ്യമുണ്ട്. ആ രണ്ടളവുകൾ ആ ബിന്ദുവിനെ എന്തെന്നാണ് വിളിക്കുക? യെസ്, അതേ, സൂചക സംഖ്യ എന്ന് വിളിക്കും അല്ലേ. ഞാനിവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രം നേരത്തെ ചതുരമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഷേപ്പിലാണ് നമ്മുടെ ചിത്രം ഉള്ളതെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഞാനൊരു ഡോട്ട്, ഒരു കുത്തിടുക എന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ ഞാനിവിടെ ഒരു ഡോട്ട് ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുത്ത് ഈ ഒരു പ്രതലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിനകത്ത് എവിടെ എന്ന് ചോദിച്ചാൽ, നേരത്തെ മുകളിൽ നിന്ന് താഴോട്ട് അല്ലെങ്കിൽ ഇടത് നിന്ന് വലത് നിന്ന് അല്ലേ, ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം എന്നൊക്കെ നമുക്ക് കറക്റ്റ് പൊസിഷൻ പറയാൻ കഴിഞ്ഞിരുന്നു. അത് റെക്റ്റാങ്കിൾ ആയതുകൊണ്ടല്ലേ. ഇവിടെ ആ രൂപത്തിലല്ല. ഇവിടെ മുകളിൽ നിന്നും എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ, അതോ ഇവിടെ നിന്ന് തുടങ്ങണോ മുകളിൽ, അതോ ഇവിടെ നിന്ന് തുടങ്ങണോ മുകളിൽ എന്നുള്ളതൊക്കെ ഡൗട്ട് വരും അല്ലേ. ഇനി ബോട്ടം സൈഡ് എന്ന് പറയുകയാണെങ്കിൽ താഴെ നിന്ന് തുടങ്ങുന്നതാണ്, ഇവിടെ നിന്ന് തുടങ്ങണോ അതോ ഇവിടെ നിന്ന് തുടങ്ങണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ ഒരു ചിത്രത്തിനകത്ത് ഈ കുത്ത് എവിടെ എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു സർഫേസിൽ, ഈ ഒരു പ്രതലത്തിൽ എവിടെയാണ് നമ്മൾ ഇട്ട കുത്ത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു കാര്യം, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിലങ്ങനെ ഒറിസോണ്ടലായിട്ട് ഇങ്ങനെ ഒരു ലൈനും വരച്ചു, വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഒരു ലൈനും വരച്ചു. ഇങ്ങനെയാണ് വിലങ്ങനെ ഒരു വരയും വരച്ചു, കുത്തനൊരു വരയും വരച്ചു. ഈ വിലങ്ങനെ വരച്ചതിൽ ഈ രണ്ട് വരകളും കൂട്ടിമുട്ടിയ ആ ബിന്ദുവിൽ നിന്നും ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് വലതുഭാഗത്തേക്ക് തുല്യ അളവിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് അവിടെ 1 2 3 4 5 എന്നിങ്ങനെ അടയാളപ്പെടുത്തി. ഇങ്ങോട്ട് ഈ കൂട്ടിമുട്ടിയ പോയിന്റിൽ ഞാൻ 0 ആയിട്ട് പരിഗണിച്ച് അതേ അളവിൽ അടയാളപ്പെടുത്തിയിട്ട് -1 -2 -3 -4 ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇതുപോലെ ഈ മുകളിലോട്ടും ഈ കുത്തനെ വരച്ച വെർട്ടിക്കൽ വരച്ച ലൈനിലും ഞാൻ ഇതേപോലെ ഇതേ അളവിൽ അടയാളപ്പെടുത്തി വെക്കുന്നു. അവിടെ ഞാൻ 1 2 3 4 5 എന്നിങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്നു. ഇനി താഴോട്ട് 1 കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ 0 മാർക്ക് ചെയ്യുന്നു. അതിന് താഴോട്ട് ഞാൻ നെഗറ്റീവ് -1 -2 -3 അങ്ങനെ മാർക്ക് ചെയ്യുന്നു. യെസ്, ഇത് നിങ്ങൾക്ക് പരിചയമുണ്ട് അല്ലേ. 9ാം ക്ലാസ്സിൽ നിങ്ങൾ നമ്പർ ലൈൻസ് കണ്ടിട്ടുണ്ട് അല്ലേ, സംഖ്യാരേഖ. അതിങ്ങനെയല്ലേ, ഒറിസോണ്ടൽ ഒരു സംഖ്യാരേഖയും ഞാൻ വരച്ചിട്ടുണ്ട്, വെർട്ടിക്കൽ ഒരു സംഖ്യാരേഖ നമ്പർ ലൈൻസും ഞാൻ വരച്ചിട്ടുണ്ട് അല്ലേ. വിലങ്ങനെ ഒരു സംഖ്യാരേഖയും കുത്തനൊരു സംഖ്യാരേഖയും ഞാനിവിടെ വരച്ചിട്ടുണ്ട്, നമ്പർ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വിലങ്ങനെ ഒറിസോണ്ടലി വരച്ച ഈ നമ്പർ ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് ആക്സിസ്. എന്താ വിളിക്കുക? എക്സ് ആക്സിസ് അഥവാ എക്സ് അക്ഷം. എന്താ വിളിക്കുക? എക്സ് അക്ഷം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? എക്സ് അക്ഷം. എന്നാൽ ഈ കുത്തനെ വരച്ചിട്ടുള്ള ആക്സിസിനെ നമ്മൾ വൈ ആക്സിസ് അഥവാ വൈ അക്ഷം എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഈ എക്സ് അക്ഷത്തിൽ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സിനെയാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ എക്സ് ആക്സിലെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ, അല്ലെ ഇടത് ഭാഗത്ത് നെഗറ്റീവ് നമ്പേഴ്സിനെയാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ എക്സ് ഡാഷ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ വൈ ആക്സിസിൽ, വൈ അക്ഷത്തിൽ ടോപ്പിലേക്കുള്ള മുകളിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സിനെ വൈ കൊണ്ട് സൂചിപ്പിച്ചു. അപ്പോൾ താഴെയുള്ള നമ്പേഴ്സിനെ നമ്മൾ വൈ ഡാഷ് കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, വൈ ഡാഷ് കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതേ ഹൊറിസോണ്ടൽ വരച്ച ലൈനാണ് എക്സ് ആക്സ്, വെർട്ടിക്കൽ വരച്ചതാണ് എന്ത്? വൈ എക്സ് അല്ലേ. വിലങ്ങനെ വരച്ചത് എക്സ് അക്ഷവും കുത്തനെ വരച്ചത് വൈ അക്ഷവും. ഇനി നമ്മൾ ഡോട്ട് നോക്കുക. നമ്മൾ ഇട്ട കുത്ത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ. നമ്മൾ എവിടെയാണ് ഇട്ടു എന്ന് ചോദിച്ചാൽ ആ കുത്തിൽ നിന്നും നമ്മൾ എക്സ് അക്ഷത്തിലേക്ക് പെർപെൻഡിക്കുലർ ലംബം വരച്ചു. അപ്പോൾ അത് അതിൽ പോയിട്ടാണ് ടച്ച് ചെയ്യുന്നത്. യെസ്, അത് ആ 2ലാണ് അല്ലേ. അപ്പോൾ നമ്മൾ 2 എന്ന് മാർക്ക് ചെയ്യും, കോമ. ഇനി വൈയിലേക്ക് നമ്മളിങ്ങനെ ലംബം വരച്ച് കഴിഞ്ഞാൽ അത് ഏതിൽ പോയി ടച്ച് ചെയ്യുന്നു? 1-ൽ. അപ്പോൾ നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്യുന്നു.
ഓക്കെ. അപ്പോൾ ഈ ബിന്ദുവിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ 2 അക്കങ്ങൾ ഉപയോഗിച്ചു. ഏതൊക്കെയാണ്? 2ഉം 1ഉം. ഇത് നമ്മളൊരു ഓപ്പൺ ബ്രാക്കറ്റിനകത്താണ് എപ്പോഴും സൂചിപ്പിക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബിന്ദുവിനെ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ 2 സംഖ്യകൾ ഉപയോഗിച്ചു. ഏതൊക്കെയാണ്? 2ഉം 1ഉം. അതിൽ തന്നെ ഫസ്റ്റ് സൂചിപ്പിച്ചത് എന്തിനെയാണ്? എക്സിലുള്ള നമ്പേഴ്സിനാണ് അല്ലേ. അതിന് നമ്മൾ വിളിക്കും എക്സ് കോർഡിനേറ്റ്. ഫസ്റ്റ് സൂചിപ്പിക്കുന്ന നമ്പർ ഏതാണ്? എക്സ് കോർഡിനേറ്റ്. രണ്ടാമത് സൂചിപ്പിക്കുന്നത് ആരെയാണ്? വൈ കോർഡിനേറ്റ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ അതിലെ ഫസ്റ്റത്തെ നമ്പർ എക്സ് കോർഡിനേറ്റിനെയും രണ്ടാമത്തത് വൈ കോർഡിനേറ്റിനെയുമാണ് സൂചിപ്പിക്കാറ്. ഫസ്റ്റത്തെ എക്സ് സൂചക സംഖ്യയെയും രണ്ടാമത്തത് വൈ സൂചക സംഖ്യയുമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വേറൊരു ഡോട്ട് ഇടുന്നുണ്ട്. ആ ഡോട്ടിൻ്റെ സൂചക സംഖ്യ എത്രയെന്ന്, ആ ഡോട്ടിൻ്റെ കോർഡിനേറ്റ്സ് എത്രയെന്ന് നിങ്ങൾ പറയണത് അവിടെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് പറയണേ. കോർഡിനേറ്റ്സ് എപ്പോഴും എന്തിലെഴുതണം? ബ്രാക്കറ്റിന്, ഓപ്പൺ ബ്രാക്കറ്റിനകത്ത് എഴുതണം അല്ലേ, സൂചകസംഖ്യകൾ. അപ്പോൾ നോക്കുക, ഇതിൻ്റെ കോർഡിനേറ്റ് നമ്മൾ എഴുതാൻ ആവശ്യപ്പെട്ടാൽ ഇത് എക്സിലേക്ക് നമ്മളിങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ എക്സ് അക്ഷത്തിലേക്ക്, എക്സ് ആക്സിലേക്ക് പോയി ടച്ച് ചെയ്തിട്ടുള്ളത് ഏതിലേക്കാ? -1ലേക്ക്. അപ്പോൾ -1 എന്ന് മാർക്ക് ചെയ്യുക, കോമ. ഇതിന് വൈ ആക്സിസിലെ വൈ കോർഡിനേറ്റ് കിട്ടാൻ വൈ ആക്സിലേക്ക്, വൈ അക്ഷത്തിലേക്ക് ലംബം വരയ്ക്കുക. അപ്പോൾ ഇത് ഏതിൽ പോയി ടച്ച് ചെയ്യുന്നു? 2ൽ അല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ വൈ കോർഡിനേറ്റ്സ്, വൈ സൂചകസംഖ്യ നമ്മൾ പറയും 2 എന്നും. അപ്പോൾ ഈ ബിന്ദുവിനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ബിന്ദുവിൻ്റെ കോർഡിനേറ്റ്സ് എത്രയും ചോദിച്ചാൽ നമ്മൾ പറയും -1, 2. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനകത്ത് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിൻ്റെ കോർഡിനേറ്റ് -1, -2 ആണ്. എങ്കിൽ ആ പോയിന്റ് എവിടെ വരും എന്ന് പറയാൻ സാധിക്കുമോ? യെസ്, അതന്നെ. ഈ ഫസ്റ്റ് സൂചിപ്പിക്കുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്, രണ്ടാമത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? വൈ കോർഡിനേറ്റ് അല്ലേ. അപ്പോൾ എക്സിൽ -1 അല്ലേ. എക്സിൽ -1 പറഞ്ഞാൽ ഇതല്ലേ. വൈന് -2 എന്ന് പറയുമ്പോൾ ഇതല്ലേ വൈ അക്ഷം. ഇതിൽ -2 എന്ന് പറഞ്ഞാൽ ഇതുമല്ലേ. ഇവർ പരസ്പരം ലംബം വരച്ചാൽ എവിടെയാണ് കൂട്ടിമുട്ടുക? യെസ്, ഇവിടെയാണ് അല്ലേ. എസ് ഇവിടെ ഇങ്ങനെ കൂട്ടിമുട്ടില്ലേ. ഇത് മായ്ക്കുന്നു, ശ്രദ്ധിക്കുക. -1 അല്ലേ, എക്സിൽ -1, വൈയിൽ -2. അപ്പോൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതല്ലേ. യെസ്, ഇതായിരിക്കും നമ്മുടെ പി എന്ന് പറയുന്നത്. ഇതിൻ്റെ കോർഡിനേറ്റ് ആയിരിക്കും -1, -2 എന്ന് പറയുന്നത് അല്ലേ. ഇതിൻ്റെ എക്സ് പോകണമെന്ന് നോക്കുക -1ക്ക്, വൈ പോകണമെന്ന് നോക്കുക -2ക്ക്, എക്സ് പോകണമെന്ന് നോക്കുക -1ക്ക്, വൈ പോകണത് ഏതൊക്കെ നോക്കുക -2ക്ക്. അപ്പോൾ ഈ ഒരു പോയിന്റ് ആയിരിക്കും പി എന്ന് പറയുന്നത്. പിയുടെ കോർഡിനേറ്റ് എന്താ? -1, -2. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ എക്സ് അക്ഷം അല്ലേ, വിലങ്ങനെ വരച്ചതാണ് എക്സ് അക്ഷം, കുത്തനെ വരച്ചതാണ് വൈ അക്ഷം. എക്സ് ആക്സ്, വൈ ആക്സ് അല്ലേ. ഈ എക്സ് ആക്സും വൈ ആക്സും തമ്മിൽ കൂട്ടിമുട്ടിയ പോയിൻ്റല്ലേ ഇത്. എക്സ് അക്ഷം വൈ അക്ഷം കൂട്ടിമുട്ടിയ പോയിൻ്റല്ലേ ഇത്. ഈ പോയിന്റിനെ അറിയപ്പെടുന്ന പേരാണ് ഒറിജിൻ. എന്താ നമ്മൾ വിളിക്കുക? ഒറിജിൻ. എന്താ വിളിക്കുക? ഒറിജിൻ അഥവാ ആധാരബിന്ദു. എന്താണ്? ആധാരബിന്ദു. എന്താണ് ഈ ബിന്ദുവിൻ്റെ പ്രത്യേകത? ഈ ബിന്ദുവിൻ്റെ സൂചക സംഖ്യ എന്ന് പറഞ്ഞാണ് ഈ ബിന്ദുവിൽ എക്സ് സൂചക സംഖ്യ 0 ആയിരിക്കും, വൈ സൂചക സംഖ്യയും 0 ആയിരിക്കും അല്ലേ. എക്സ് കോർഡിനേറ്റും 0, വൈ കോർഡിനേറ്റും 0 അല്ലേ. ഇവിടെ എക്സും 0 ആണ്, ഇവിടെ വൈ കോർഡിനേറ്റും 0 ആണ്. അപ്പോൾ ഒറിജിൻ്റെ ആധാര ബിന്ദുവിൻ്റെ സൂചക സംഖ്യ എന്താണെന്ന് ചോദിച്ചാൽ 0, 0 എന്ന് നമ്മൾ പറയാം. എന്താ പറയുക? 0, 0. ഓക്കെ അല്ലേ? 0, 0. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ കുറച്ച് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നു. ഒരു എക്സാമ്പിൾ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതെ, എക്സ് അക്ഷം, എക്സ് ആക്സ്. ഈ എക്സ് ആക്സിൽ ഒരു പോയിന്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എക്സ് ആക്സിലെ ഒരു പോയിന്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലേ. ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് സൂചകസംഖ്യ എന്ന് പറഞ്ഞാണ്. യെസ്, അത് ഏതിൽ തന്നെ കിടക്കുന്നത്? എക്സ് അക്ഷത്തിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലേ. എക്സ് അക്ഷത്തിൽ ഏതാണില്ലേ? 4ലാണ് അല്ലേ. എക്സ് അക്ഷത്തിൽ ഏതിലാണ്? 4ലാണ്. ഇതിൻ്റെ വൈ കോർഡിനേറ്റ്, വൈ സൂചകസംഖ്യ ഇട്ടാൽ നമ്മൾ വൈ അക്ഷത്തിലേക്ക് നോക്കിയാൽ മതി. വൈ അക്ഷം ഏതിലേക്കാണ് പോണത്? വൈ അക്ഷം 0ലേക്ക് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ഏതിലേക്കാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ പറയും 0 അപ്പോൾ നമ്മൾ ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 4 ആണ്, വൈ കോർഡിനേറ്റ് എന്താണ്? 0 അങ്ങനെയാണ് ഈ ഒരു പോയിന്റിൻ്റെ സൂചകസംഖ്യകളൊന്ന് പറഞ്ഞാണ്, ഈ കോർഡിനേറ്റ് ഒന്ന് പറഞ്ഞാണ്. അതെ, എക്സ് 2ലാണ് കിടക്കുന്നത്, വൈ ഏതിലേക്കാണ്? 0ലേക്കാണ്. അപ്പോൾ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് നമ്മൾ പറയും 2, 0. എങ്കിൽ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാണ് എക്സ് അക്ഷത്തിലെ, എക്സ് ആക്സിലെ മറ്റൊരു പോയിന്റാണല്ലോ ഇത്. ഇതിൻ്റെ കോർഡിനേറ്റുകൾ എന്ത് പറയേണ്ടി വരും? യെസ്, എക്സിൽ ഏതിലാണ് കിടക്കുന്നത്? എക്സ് തന്നെയാണല്ലേ കിടക്കുന്നത്. എക്സ് ഏതിലാണ് കിടക്കുന്നത്? -2ൽ. വൈയെ നീട്ടുക, വൈയിലേക്ക് നീട്ടിക്കഴിഞ്ഞാൽ 0ലേക്ക് അല്ലേ. അപ്പോൾ വൈ കോർഡിനേറ്റ് എന്താ? 0. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം
പറയാലോ, ഈ എക്സ് ആക്സിസിലെ എക്സ് അക്ഷത്തിലെ ഏതൊരു ബിന്ദു നിങ്ങളെടുത്ത് അതിന് കോർഡിനേറ്റ് എഴുതിയാൽ അതിൻ്റെയൊക്കെ വൈ കോർഡിനേറ്റിൻ്റെ പ്രത്യേകത എന്താ? അതേ 0 ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിൻ്റെയും വൈ കോർഡിനേറ്റ് എന്താണ്? 0 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി, ഇത് വൈ ആക്സിസ് അല്ലേ? ഈ വൈ ആക്സിലെ കുറച്ച് പോയിന്റുകൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്തു. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാണ് യെസ്, ആദ്യം എക്സ് കോർഡിനേറ്റ് പറയണം അല്ലേ? അപ്പോൾ നോക്കുക, ഈ പോയിന്റിൻ്റെ എക്സ് ആക്സിലേക്ക് നമ്മൾ നീട്ടിക്കാൻ ഏതിലേക്കാണ് പോകുന്നത്? 0യിലേക്കാണ് അല്ലേ? വൈ ആക്സിൽ തന്നെ, വൈ അക്ഷത്തിൽ തന്നെയാണ് അത് കിടക്കുന്നത് ആ പോയിന്റ്. അപ്പോൾ വൈയിൽ ഏതിലാണ് കിടക്കുന്നത്? വൈയിൽ 3 അല്ലേ? അപ്പോൾ അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണ്? 3 ആണ്. അപ്പോൾ ഈ ബിന്ദുവിൻ്റെ സൂചക സംഖ്യ നമ്മൾ എന്ത് പറയേണ്ടി വരും? 0 3. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൻ്റെ വൈ ആക്സിൽ ഒരു പോയിന്റ് തന്നെയല്ലേ ഇതും? ഇതിൻ്റെ കോർഡിനേറ്റ് സൂചക സംഖ്യ എന്ന് പറഞ്ഞാണ് യെസ് അതന്നെ. ആദ്യം എക്സ് പറയണല്ലേ, ഇതിൻ്റെ എക്സ് ഏതിലേക്കാണ് പോകുന്നത്? 0. വൈ തന്നെയാണ് അത് കിടക്കുന്നത്. എത്തിലാണ് കിടക്കുന്നത്? 1. അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് നമ്മൾ എന്ത് പറയേണ്ടി വരും? 0 1. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് പറയും, ഇതും വൈ ആക്സിൽ ഒരു പോയിന്റ് അല്ലേ? അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാണ്, സൂചിസംഖ്യ എന്ന് പറഞ്ഞാണ് യെസ് അതന്നെ. എക്സ് നോക്കുക, എക്സ് അക്ഷത്തിലേക്ക് നീട്ടിയാൽ അത് 0ലേക്ക് തന്നെയാണ്. വൈയിൽ തന്നെയാണ് ആ പോയിന്റ് ഉള്ളത്. എത്രയിലാ? -2ൽ -2ൽ. അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്താ? 0 -2. അപ്പോൾ വൈ ആക്സിസിലെ ഏതൊരു പോയിന്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം പറയാം, എക്സ് ആക്സിൽ ഏതൊരു പോയിന്റിൻ്റെയും വൈ കോർഡിനേറ്റ് 0 ആണ്. എന്നാൽ വൈ ആക്സിലെ ഏതൊരു പോയിന്റിൻ്റെയും എക്സ് സൂചക സംഖ്യ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അതുപോലെ ആധാരബിന്ദു ഒറിജിൻ്റെ സൂചകസംഖ്യ എന്താണ്? 0 0. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്നൊരു കമൻ്റ് ഇടുക. ഓക്കെ ആണോ? നമ്മളെ ആക്ടിവിറ്റീസ്, ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ.